ഹായ് ഫ്രണ്ട്സ്, ജെനീസ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന ഒരു തോരനാണ്. സിമ്പിളാണ്, നാടൻ തോരനാണ്. നമ്മുടെ മത്തയിലയും പരിപ്പും വെച്ചൊരു തോരൻ. സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിനോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ മത്തയില തോരൻ വെക്കുന്നത് ഞാൻ അതിനകത്തിൽ പരിപ്പൂടെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു പിടി പരിപ്പ് കഴുകി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പക്ഷെ പരിപ്പ് വേവിച്ച സമയത്തുണ്ടല്ലോ, ഞാനത് കുറച്ച് നേരം ആ ആവിയിൽ തന്നെ ഇരുന്നതോടുകൂടി നന്നായിട്ട് വെള്ളം വെട്ടി അടിക്ക് പിടിച്ചോയെന്ന് ചോദിച്ചാൽ പിടിച്ചില്ല. പക്ഷേ നന്നായിട്ട് അങ്ങ് പരിപ്പ് വെന്ത് പോയി കുഴഞ്ഞു പോകുന്ന രീതിയിലേക്കായി പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വേഗം ഉണ്ടാകും കേട്ടോ. അപ്പം നിങ്ങൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് വേവിട്ടും വെച്ച് തന്നെ പരിപ്പ് എടുക്കാം. ഞാൻ മത്തയില എല്ലാം ഒന്ന് നുള്ളിയെടുക്കണം. ഇളമായിട്ടുള്ള മത്തയിലയാണ് നമ്മൾ ഇതിനകത്തിൽ എടുക്കുന്നത്. ഇതിന് കുറച്ച് പൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മത്തയിലയൊന്നും എൻ്റെ വീട്ടിലുള്ളതല്ല, ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പം അവിടുന്ന് പറിച്ചെടുത്തുകൊണ്ട് പോകുന്നതാണ്. ഒത്തിരി നാളായി. പക്ഷേ പിന്നെ ഞാൻ ഇത് അങ്ങനെ എനിക്ക് നല്ല ഫേവറേറ്റ് ആയിട്ടുള്ളതൊന്നുമല്ല. ഒരു നേരമൊക്കെ കഴിക്കുമെന്നല്ലാതെ അങ്ങ് ഇൻട്രസ്റ്റ് ആയിട്ടൊന്നും കഴിക്കുന്ന ഒരാളല്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ ഇലയെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് കഴുകി വെള്ളം എല്ലാം കളഞ്ഞ് ചെറുതായിട്ട് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത് അതിൻ്റെ ഞാൻ ഇലയും പൂവും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇലയും പൂവും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് ഇനി അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ തേങ്ങയും മഞ്ഞൾ പൊടിയും കാന്താരിയും പിന്നെ വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. അത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തയ്യാറാക്കുമ്പോഴാണല്ലോ ഈ നാടൻ കറികൾക്കൊക്കെ ഒരു നല്ല ടേസ്റ്റ്. ഇനി അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് കൂടി ഇടുക. പിന്നെ ഇലക്കറിയാണ് വെക്കുന്നതുകൊണ്ട് പിന്നെ കറിവേപ്പില ചേർക്കുന്നില്ല. കടുകും വറ്റൽമുളകും മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മത്തയിലയിട്ട് അരപ്പും ഈ മത്തയിലയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കണ്ട. ആവിയിലിരുന്നൊന്ന് വേകാനുള്ള ഒരു ആവി വന്നതോടുകൂടി ഈ മത്തയിലയെല്ലാം അങ്ങ് നന്നായിട്ട് വെന്ത് അങ്ങ് ഉടയും. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക മാത്രം ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഉപ്പൂടെ ചേർക്കണം. ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇല ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളക്കാനൊന്നും പറ്റുകയില്ല. ഇതൊന്ന് ആവി കയറി കഴിയുമ്പം നന്നായിട്ടിത് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോഴത്തേന് ആ ഇലയെല്ലാം നന്നായിട്ട് വെന്ത് കഴിയും. ഇത് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഏത് ഇലക്കറിയും നമുക്ക് വെക്കാം. പയർ വെച്ച് തയ്യാറാക്കിയെടുക്കാം, മുരിങ്ങയില വെച്ച് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പം ഇലയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പൂടെ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, പരിപ്പ് നന്നായിട്ട് വെന്ത് പോയെന്നുള്ളതേ ഉള്ളൂ, അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് ഞാനത് ഇളക്കി കുക്കറിന് അതിൽ നിന്ന് കോരിയെടുത്തപ്പം നന്നായിട്ട് വെന്തതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി വേവിട്ട് ഈ പരിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഒന്നത്തെ തൊടാതെ ഈ ഇലയിൽ തന്നെ കിടക്കുന്നതായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ചുമ്മാ നമ്മുടെ പറമ്പിലുള്ള ഇനിയിപ്പം മഴപ്പരുവൊക്കെ ആണല്ലോ, എന്ത് ഇലകളുണ്ടെങ്കിലും നമുക്ക് തോരൻ വെക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിക്കോ അല്ലെങ്കിൽ ചോറിനൊക്കെ ഒരു ഇച്ചിരി മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ മത്തയിലയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.